Hi, good morning. Good morning, Krishnaveni madam. Good morning, ma'am. Ashwini, ma'am. Good morning. കൃഷ്ണവേണി മാഡം നമ്മളെ വെസ്റ്റേജ് ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന എന്റെ ടീമിൽ ഒരു പവർഫുൾ ലീഡറാണ്. അപ്പൊ ഇന്ന് മാഡമിന് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. മാഡം ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? മാഡം എവിടുന്നാണ് സംസാരിക്കുന്നത്? അതുപോലെ തന്നെ എന്തായിരുന്നു ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ? ഓക്കെ, ma'am. ഞാൻ ബീഹാറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ കേരളത്തിലാണ്. ഏഹ്, ഒരു വർഷമായിട്ട് ഞാൻ വെസ്റ്റേജ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറെ നാളുകളായിട്ട് 10, 25, 30 വർഷമായി തലവേദന, മൈഗ്രെയിൻ, സൈനസ്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഓരോ വർഷവും ഞാൻ ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. വെയില് കൊള്ളാൻ പാടില്ല, തണുപ്പൊക്കെ വരുമല്ല. ഞാൻ ബീഹാറിലല്ല, അപ്പൊ 3 മാസം നല്ല തണുപ്പായിരിക്കും. തണുപ്പിലും നല്ല ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും. ചൂടത്തും നല്ല തലവേദന എടുക്കും. പിന്നെ ലൈറ്റ് ഒന്നും കാണാൻ പാടില്ല. ഇവിടെയാണെങ്കിൽ ബിസിനസ് ആണല്ലേ, ചേട്ടനും വീട്ടുകാർക്കും. അപ്പൊ ഏത് നേരവും ശബ്ദവും ബഹളവും ഒക്കെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഏപ്രിൽ മാർച്ച് മാസത്തില് ഞാൻ ബെഡിലായി. ഒരു ഒന്നൊന്നേകാൽ മാസം ബെഡിലായി. അങ്ങനെ വെസ്റ്റീജിൽ ചേർന്നത് ഉടനെ അങ്ങനെ ഇരിക്കുമ്പോ ഭീമ മേഡം മീറ്റിങ്ങിലൊന്നും കാണാനില്ല. എന്നെ ഫോൺ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മാം എനിക്ക് ഇത്രയും തീരെ വർഷമായിട്ട് വയ്യ. ഇത്രയും വർഷമായിട്ട് മെഡിസിൻ ഒന്നും എടുത്തിരുന്നില്ലേ? ആ മെഡിസിൻ ഞാൻ സാധാരണ മെഡിസിൻ മൂക്കിലൊക്കെ ഒഴിക്കാനായിട്ട് ഒരു സ്പ്രേ, ഒരു ഡ്രോപ്സ് ഒക്കെ തരുമായിരുന്നു. അത് കുറച്ചൊക്കെ ഒഴിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ പോയി കാണും. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട് ബീഹാറിൽ. നല്ല നല്ല ഡോക്ടറൊക്കെയാണ്. അവിടെ പോയി അവര് മറ്റേ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞയച്ചു. അവിടെയും പോയപ്പോ അതേ മെഡിസിൻ തന്നെ തന്നു. പക്ഷെ എനിക്ക് അത് കഴിക്കുമ്പോൾ മാറും, പിന്നെയും പിറ്റേ ദിവസം തുടങ്ങും. അങ്ങനെ 10 ദിവസം, 20 ദിവസം, ഒരു മാസം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പെയിൻ കില്ലർ ആയിരുന്നു മിക്ക കൂടുതലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭീമാമ്മയും പറഞ്ഞു വെസ്റ്റീജിൽ നല്ല സപ്ലിമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വെസ്റ്റീജിനെ കുറിച്ച് അധികം അറിയാറായിട്ടില്ല. മാർച്ചിലേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തുള്ളൂ. അപ്പൊ ഇങ്ങനെ സപ്ലിമെന്റിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങി കഴിച്ചു. കഴിച്ചൊരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങി. കണ്ണെല്ലാം അടഞ്ഞിരിക്കും. കണ്ണ് വീർത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ കണ്ണ് തുറക്കാൻ തുടങ്ങി. ഇവന് ഞാൻ എണീക്കാൻ തുടങ്ങി. തല പൊങ്ങൂലായിരുന്നു. തല പൊങ്ങിയാലേ നമ്മളെ എണീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ചു. പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു മാസം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. ഞാൻ ഭീമ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് നല്ല മാറ്റം വന്നു. പിന്നെ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സുഖമായി വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ 6 മാസം, 8 മാസമായിട്ട് കണ്ടിന്യൂ ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട്. അത് ഡോസ് കുറച്ചു. ഇപ്പൊ മറ്റേ 3 എണ്ണം കഴിക്കരുത്, ഇപ്പൊ ഒരെണ്ണം എന്തായിരുന്നു കഴിക്കും ഡെയിലി. സപ്ലിമെന്റ്സ് കഴിച്ചെന്ന് പറയാമോ? സപ്ലിമെന്റ്സ്: നോനി ബിഫോർ ഫുഡ് അരമണിക്കൂർ മുമ്പ്, പിന്നെ ഗാനോഡെർമ, ഫ്ലാക്സ് ഓയിൽ, അത് മൂന്നും കഴിച്ചിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കോംബയോട്ടിക്സ് പറഞ്ഞാൽ അത് ഒരെണ്ണം ഞാൻ ആഡ് ചെയ്തു. പിന്നെ പഞ്ചതുളസി, ആവലൊക്കെ ഡെയിലി കഴിക്കാറുണ്ട്. ഡെയിലി. ഇപ്പൊ CMD, ഇപ്പൊ കുറെ പ്രൊഡക്ട്സുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വെസ്റ്റീജിന്റെ തന്നെ. കണ്ടിന്യൂസ് ആയിട്ട് നല്ല എത്ര സമയം റിസൾട്ടാണ്. യൂസ് ചെയ്തിരുന്നു നിങ്ങള് ഈ ഇപ്പൊ മൂന്ന് മൈഗ്രെയിൻ? മാസം 3 മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴത്തേക്ക് എന്റെ ഈ 10, 20 ദിവസം കഴിയുമ്പോഴേ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഞാൻ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നില്ല. എണീക്കാനേ പറ്റില്ലായിരുന്നു ബെഡിൽ നിന്ന്. എനിക്ക് ചായയൊക്കെ കൊണ്ടു തരുമായിരുന്നു. ഭക്ഷണവും കഴിക്കില്ലായിരുന്നു. അങ്ങനെയായി. പിന്നെ വീട്ടിൽ ഒരാൾ വന്നു. അപ്പൊ എന്നെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ നല്ല ഭേദമായി. പിന്നെ 3 മാസം കണ്ടിന്യൂ കഴിച്ചു. ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്. എപ്പോഴും പറയുമല്ല, ഫുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം പോലെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഡോസ് കുറച്ച് ഒന്നൊന്നാക്കി, ഡെയിലി വൺ ആക്കി. നോനി എപ്പോഴും കഴിക്കാറുണ്ട് വേറെ എന്തെങ്കിലും ഹെൽത്ത് ബിഫോർ. ഇഷ്യൂ ഉണ്ടായിരുന്നോ? വേറെ എനിക്ക് മുട്ടുവേദന. മുട്ടുവേദന എന്ന് പറഞ്ഞാല് മുട്ടുവേദന 5, 6 കൊല്ലമായി. അപ്പൊ നീ ക്യാപ്പ് ഇടുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ വെസ്റ്റീന് ചേരണതിന് മുമ്പ് മുട്ടുവേദനയുടെ പെയിൻ കില്ലർ തന്നെയല്ലേ വേദനയ്ക്ക്, അതൊക്കെ കഴിച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഇതില് മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തു. രാഘവൻ സാറിന്റെ പ്രൊഡക്റ്റ് സെഷനൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞത് ജോയിന്റ്, ഡെയിലി പറയും മീറ്റിങ്ങിലല്ല, ജോയിന്റ് അത് മേടിച്ചു വെച്ചു. ഗ്ലൂക്കോസമിൻ, കൊളാജിൻ, പിന്നെ കാൽസ്യം. അതും ഒരു 20 ദിവസം, 30 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. പെട്ടെന്നാണ് അറിയാൻ പറ്റുക നമുക്ക്.
കഴിക്കുമ്പോഴത്തേക്കും. എനിക്കും ഉണ്ടായത് എന്റെ ഹസ്ബൻഡിന്. എനിക്ക് എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിനായിരുന്നു. അതായത് ഞങ്ങള് സെക്കൻഡ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പിൽ പോണ ആൾക്ക് 5 പ്രാവശ്യം 6 പ്രാവശ്യം കയറി ഇറങ്ങണം. എനിക്ക് താഴത്ത് പോണം. സ്റ്റെപ്പൊക്കെ ഒരു പടി പോലും വെക്കില്ല. എനിക്ക് കണ്ണുനീര് വരുമായിരുന്നു ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും. ഇറങ്ങാൻ പഴവില്ല, കേറാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓടി ഓടി ഇറങ്ങും, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നീ ക്യാപ്പൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ നല്ല ഇതായി, നല്ല സുഖമായി. ലെഗ് പെയിൻ വെസ്റ്റീജ് എത്ര സപ്ലിമെന്റിന് സമയത്തോളം നിങ്ങൾ എത്ര സമയോളം യൂസ് ചെയ്തു? അത് ഇതിന്റെ ലെഗ് പെയിൻ വെസ്റ്റീജ് പ്രോഡക്ട്സ്? ലെഗ് പെയിന് 1 മാസം കഴിഞ്ഞപ്പോ എനിക്ക് വേദന മാറി. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടിരുന്നു 3 മാസം 4 മാസം. ഇപ്പൊ കാൽസ്യം നിർത്തി. ഗ്ലൂക്കോസമിൻ, കൊളാജിൻ ഇടയ്ക്കിടയ്ക്ക് അത് 10 പാക്കറ്റ് ഒരു കവറില്, അത് നിർത്തി ഞാൻ. ഇപ്പൊ ഗ്ലൂക്കോസമിൻ അത് മാത്രമേ ഒന്നൊന്ന് കഴിക്കുള്ളൂ. മറ്റേത് 3 എണ്ണം കഴിക്കുമായിരുന്നു. ഇപ്പൊ ഓരോന്നാക്കി. കാൽസ്യം ഞാൻ ഓക്കെ നിർത്തി. ആ, ഓക്കെ അപ്പൊ ഇപ്പൊ ഓക്കെ. അപ്പം താങ്ക് യു. മാഡമിന് എത്രയും നല്ലൊരു 30 വർഷമായിട്ടുള്ള മൈഗ്രെയിന്, അതുപോലെ തന്നെ മുട്ടുവേദന, നമ്മളെ വെസ്റ്റീജിന്റെ എത്ര മാസമായി മാഡം ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട്? ബിസിനസ്സിൽ മാർച്ച് 8-ാം തീയതി എന്താ വുമൺസ് ഡേ ഇല്ല, അന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എനിക്ക് കറക്റ്റ് 1 ഇയർ ആയി അല്ലേ? ബിസിനസ്സിൽ വരാനുള്ള കാര്യം ഇത് തന്നെ. നമ്മൾക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൊറോണയൊക്കെ വന്നില്ലേ, അപ്പൊ ഉം. നമുക്ക് ഒരു സപ്പോർട്ടൊന്നും ഇല്ലാണ്ടായപ്പോ ഷോപ്പൊക്കെ അടച്ച്. അപ്പൊ ഞാൻ ഒരു ചെറിയ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നേടി ഇങ്ങനെ ഹസ്ബൻഡിനും കുട്ടീനെ പഠിപ്പിക്കണമല്ല. കുട്ടി ഹയർ എഡ്യൂക്കേഷൻ ആയി, നല്ല ചെലവുണ്ട്. കുട്ടീനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഡെയിലി ഫോണിൽ വർക്ക് ഫ്രം ഹോം നോക്കുമായിരുന്നു. ഡെയിലി കുറെ സ്ഥലത്തൊക്കെ അവര് 600 രൂപ 700 രൂപ ഒക്കെ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും ശരിയായില്ല. എല്ലാരും പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പ. അങ്ങനെ ഇരിക്കുമ്പോഴൊരു മുക്കം സ്വദേശിയായ ഒരു രാമേന്ദ്ര സാറ് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പൊ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആഗ്രഹിച്ച എന്നാ തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ബിസിനസിനെ പറ്റി ഒരു ഷോർട്ടായിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത്, ആ സാറ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എനിക്ക് എന്റെ അടുത്തോണ്ട് വാട്സപ്പില് ഞാൻ ലിങ്ക് അയച്ചു തരാം, ചേച്ചി ഒന്ന് ഈ ലിങ്കിൽ കയറി നോക്കാൻ. അപ്പൊ അന്ന് ഷാജി സാറാ പ്രസന്റേഷൻ ചെയ്തത്, ഫസ്റ്റ് പ്രസന്റേഷൻ ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ ആഗ്രഹിച്ചതും ഈ എന്റെ പൊട്ടിപ്പോയ പൊലിഞ്ഞുപോയ സ്വപ്നങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ സാക്ഷാത്കരിക്കുക. അങ്ങനെ ഒരു വിശ്വാസത്തിൽ എനിക്ക് നല്ല വിശ്വാസമായി. ഏറ്റവും അധികം ആ സാറിന്റെ വാക്ക്, പിന്നെ മീറ്റിങ്ങിലെ പ്ലാൻ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാസീവ് ഇൻകം ഒന്ന്, നോ ഇൻവെസ്റ്റ്മെന്റ് 2, ഫ്രീ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ധാരാളം അതിൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മൾക്ക് പറ്റിയത് തന്നെ, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ 1 വർഷത്തോളം ഞാനിപ്പോ 12%-യിലായി. എന്റെ ജോയിനിങ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും. ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മാഡം, എന്തായാലും ഇതിപ്പം ഒരു എന്താ ആരോഗ്യത്തിൽ നല്ല മാറ്റം വന്നു അല്ലെ? ഒരു മാറ്റം വന്നു. അതാണ് മെയിൻ. അതെ, 1 വർഷത്തില് ഈ ഒരു 30 വർഷമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ, അതുപോലെ തന്നെ ഈ ഒരു ലെഗ് പെയിൻ അല്ലെ, ഇതൊക്കെയും നല്ലൊരു ചേഞ്ചസ് വന്നാലോ. അപ്പോ ഓക്കെ, മാഡം നല്ലൊരു എന്താ ഹെൽത്ത് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് അതിന്റെ ആ ഒരു മാറ്റം കൊണ്ട് ഇപ്പം ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ അതായത് കഴിഞ്ഞ വർഷം എനിക്കൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ക്ഷീണം വരും. രാവിലെ എനിക്കും വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാകാൻ കഴിഞ്ഞു. പക്ഷെ ഈ വർഷം എനിക്ക് ക്ഷീണമേ തോന്നിയില്ല. അതായത് ഞാൻ സ്പിരുന്നില കഴിക്കുന്നുണ്ട്, പിന്നെ കുറെ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. ഫ്ലാക്സ് ഓയില്, സ്പിരുന്നില, ശതാവരി, നോനി, അങ്ങനെ ധാരാളം. പിന്നെ ചുമ വരുമ്പോ റെസ്പോ കെയർ, അങ്ങനെ ഇഷ്ടംപോലെ 10, 27, 30 പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ്, സോപ്പ്, ധാരാളം. വെസ്റ്റീജിന്റെ മുഴുവൻ സപ്ലിമെന്റ് ഇവിടെ ഉണ്ട്. വാഷിംഗ് പൗഡർ എല്ലാം. അതിന്റെ കൈയൊക്കെ നമ്മുടെ സർഫ് എക്സൽ ഉപയോഗിച്ചിരുന്നു. കൈയെല്ലാം മരം പോലെ ഇരിക്കുമായിരുന്നു അല്ല, ഇപ്പൊ നല്ല സ്മൂത്തായി. ഇപ്പൊ നമ്മൾ തോന്നും വെളിച്ചെണ്ണ തേച്ച പോലെ നമുക്ക് തോന്നും. വാഷിംഗ് പൗഡർ, അതുപോലെ ഹെയർ ഓയിൽ, എല്ലാം എല്ലാ സപ്ലിമെന്റും പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഓക്കെ മാഡം, സപ്ലിമെന്റ്. താങ്ക് യു മാഡം. ഇപ്പം മാഡമിന്റെ ഈ ഒരു വെസ്റ്റേജിൽ വന്നിട്ട് ഇത്രയും വർഷത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സുഖമായി വന്നിപ്പോ വളരെ ഹാപ്പി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മെയിൻലി നമ്മളെ ജീവിതത്തില് ഈ ന്യൂട്രീഷൻ പ്രോഡക്റ്റിന്റെ പ്രാധാന്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്.
ന്യൂട്രീഷൻ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കാനാണ് നമ്മൾ ന്യൂട്രീഷൻ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതുപോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലും അത് നമുക്ക് ക്ലിയർ ആയിട്ട് സുഖമായിട്ട് വരുന്നുണ്ട്. എനിവേ താങ്ക് യു മാഡം. മാഡമിന് വെസ്റ്റേജിൽ മുമ്പോട്ട് വളരെ നല്ല രീതിയിൽ വലിയ ഒരു അച്ചീവ്മെന്റ്സിലേക്കൊക്കെ എത്തട്ടെ. വിഷ് യു വെൽ. താങ്ക് യു. താങ്ക് യു മാം. വിഷ് യു വെൽ.